Dear students, consolidated financial statement prepare ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വൺ ബൈ വൺ പഠിച്ചും കൊണ്ട് വരികയാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് പഠിച്ചു? NCA കാൽക്കുലേഷൻ പഠിച്ചു, ദെൻ ഗുഡ് വിൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു, പോസ്റ്റ് അക്വിസിഷൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പഠിച്ചു, ദെൻ ഫിക്സഡ് അസറ്റ് റീവാല്യൂ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചു. നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ സബ്സിഡറി കമ്പനി. സബ്സിഡറി കമ്പനി വന്നിട്ട് ചില സമയത്ത് അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർസിനൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർസും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പാരന്റ് കമ്പനിയുടെ കൺട്രോളിന് അത് എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലും അത് എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് ബീങ് പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് ഈസ് പാരന്റ് കമ്പനിക്ക് അതെന്ത് ചെയ്യുന്നില്ല, ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. പാരന്റ് കമ്പനിയുടെ കൺട്രോളിനോ പാരന്റ് കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിനൊന്നും എന്ത് എഫക്റ്റ് ചെയ്യുന്നില്ല, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ ടൈം ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ബോത്ത് ദ പാരന്റ് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസിന് ഹോൾഡിങ്സ് ഉണ്ടാവും, അതേപോലെ ഔട്ട്സൈഡേഴ്സിനും എന്ത് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസിന് ഹോൾഡിങ്സ് ഉണ്ടാവും അല്ലെ? പ്രിഫറൻസ് ഷെയർസ് ചിലപ്പോൾ പാരന്റ് കമ്പനിയും മേടിക്കുന്നുണ്ടാവും, പുറത്തുള്ളവരും എന്ത് ചെയ്യുന്നുണ്ടാവും, മേടിക്കുന്നുണ്ടാവും. എക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ പ്രിഫറൻസ് ഷെയർസിലും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എടുക്കേണ്ട, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ദാറ്റ് ഈസ് സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യില്ലല്ലോ. അതേപോലെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. ബട്ട് നമ്മളുടെ NCA കാൽക്കുലേഷനിലും അതുപോലെ ഗുഡ് വിൽ കാൽക്കുലേഷനിലും എന്ത് എടുക്കണം, പ്രിഫറൻസ് ഷെയർസിന്റെ എമൗണ്ട് എടുക്കുകയും വേണം. അതേപോലെ ഡിവിഡൻഡ് കൊടുത്തതും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്താണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സബ്സിഡറി കമ്പനിയുടെയും അതുപോലെ പാരന്റ് കമ്പനിയുടെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സബ്സിഡറി കമ്പനി മേ ഹാവ് ഇഷ്യൂഡ് പ്രിഫറൻസ് ഷെയർസ് ഓൾസോ. അത് നമുക്കറിയാം, സബ്സിഡറി കമ്പനി സംടൈംസ് എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്യാറുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് യൂഷ്വലി ഡോണ്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടോ? നോ, ദേ ഡോണ്ട് ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്, isn't it? Hence, preference shares does not affect the extent of control which the parent company would have over the subsidiary company. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ആരുടെ കൺട്രോളിൽ എഫക്റ്റ് ചെയ്യുന്നില്ല, പാരന്റ് കമ്പനിയുടെ കൺട്രോളിൽ അതെന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അക്കോർഡിംഗ്ലി അറ്റ് ദ ടൈം ഓഫ് കൺസോൾട്ടേഷൻ്റെ ടൈമിൽ ഓണർഷിപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇസ് ട്രീറ്റഡ് ആസ് if it was a normal investment. അപ്പോൾ ഈ അത് കണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർസിനെ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. When the subsidiary company has issued preference shares in addition to the equity shares, ഇപ്പോൾ subsidiary company preference shares that is equity shares ഒപ്പം തന്നെ preference sharesഉം ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്തെല്ലാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഗോ ത്രൂ ചെയ്യാം. അതിൽ ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്നത് എനി പ്രിഫറൻസ് ഷെയർസ് നോട്ട് ഹെൽഡ് ബൈ ദ പാരന്റ് കമ്പനി വുഡ് ബി ഡിസ്ക്ലോസ്ഡ് ആസ് എ പാർട്ട് ഓഫ് NCI. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ പാരന്റ് കമ്പനി ഹോൾഡ് ചെയ്യാത്ത പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, NCIയുടെ പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ ജസ്റ്റ് വൺ എക്സാമ്പിൾ, 5,000 പ്രിഫറൻസ് ഷെയർസ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡറി കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട് നിൽക്കുക. ഇതിൽ 3,000 ഷെയർസ് പാരന്റ് കമ്പനി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാലൻസ് 2,000 ഷെയർസിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, NCI ആയിട്ട് ട്രീറ്റ് ചെയ്യണം. NCI പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബീങ് ഇറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അത് NCI കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഇക്വിറ്റി ഷെയർ NCI കാൽക്കുലേഷനിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, NCI കാൽക്കുലേഷനിൽ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാരന്റ് കമ്പനി എടുക്കാത്ത ബാലൻസ് ഷെയർസ്, ദാറ്റ് ഈസ് പാരന്റ് കമ്പനി യൂസ് ചെയ്യാത്ത ബാലൻസ് ഷെയർസ് ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, ആ ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ NCI ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്.
ഇനി നെക്സ്റ്റ് എന്താ നോക്കൂ, ഈവൻ ഇഫ് ദ നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് മോർ ദാൻ 50% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ദേ ആർ നോട്ട് ഷോൺ സെപ്പറേറ്റ്ലി ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പൊ എൻ സി ഐയിൽ വന്നിട്ട് മോർ ദാൻ 50%, ഇപ്പൊ ഔട്ട്സൈഡേഴ്സ് ഇപ്പൊ 5,000 ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡറി കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദിസ് 5,000 ഷെയർസ് 4,000 എൻ സി ഐയിലാണ് വരുന്നത് വെക്കുക. 4,000 എൻ സി ഐയിൽ വരുന്നുണ്ടെങ്കിൽ പോലും ബാലൻസ് ഷീറ്റിൽ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് കാണിക്കുന്നില്ല, പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ഷെയർസ് ഹെൽഡ് ബൈ ദ സബ്സിഡറി കമ്പനി ഹെൽഡ് ചെയ്യുന്ന ഷെയർസ് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. അപ്പോൾ ഇത് ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റ് കമ്പനി സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്ര ഷെയർസ് ഉണ്ടോ അത് പാരന്റ് കമ്പനി പർച്ചേസ് ചെയ്യാത്ത ഷെയർസ്, അക്വയർ ചെയ്യാത്ത ഷെയർസ് എൻ സി ഐ ആയിട്ട് എൻ സി ഐയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കാണിക്കാറില്ല. ഏത്, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തത് കാണിക്കാറില്ല. ഇതാണ് ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് എന്താ നോക്കൂ, ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ സബ്സിഡറി കമ്പനി പ്രിഫറൻസ് ഡിവിഡൻഡ് അക്വേർഡ് ഓൺ ഓൾ പ്രിഫറൻസ് ഷെയർസ് ഷുഡ് ബി ഡിഡക്റ്റഡ്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ യൂഷ്വലി സബ്സിഡറി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം അല്ലെ, പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാതെ അക്യുമുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ആ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, ഇഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, ഡിവിഡൻഡ് കൊടുക്കണം. ഇസ്ന്റ് ഇറ്റ്? ഇപ്പം അക്യുമുലേറ്റഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, അക്യുമുലേറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രീവിയസ് ഇയേഴ്സ് ഡിവിഡൻഡ് കൊടുക്കാതെ പെൻഡിങ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന്, സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഇനി ദ റിമൈനിങ് പ്രോഫിറ്റ് ഷുഡ് ബി അപ്പോർഷൻ ബിറ്റ്വീൻ ദ പാരന്റ് കമ്പനി ആൻഡ് ദ നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ബൈ ദം. ഇനി ഇത് കൊടുത്തതിന് ശേഷം, ഈ അക്യുമുലേറ്റഡ് ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ് വേണം എന്ത് ചെയ്യാൻ, പാരന്റ് കമ്പനിയും അതേപോലെ എൻ സി ഐ പെർസെൻറ്റേജ്, നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പാരന്റ് കമ്പനിയുടെയും അതേപോലെ എൻ സി ഐയുടെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് കാണാറുണ്ട് അല്ലേ. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ ഷെയർ, ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ് ദ പാർട്ടും അതേപോലെ പാരന്റ് കമ്പനിയുടെയും എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം, അക്യുമുലേറ്റഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന പ്രോഫിറ്റ് വേണം ആര് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ, ദാറ്റ് ഈസ് പാരന്റ് കമ്പനിയും അതേഴ്സ് മറ്റുള്ളവരും തമ്മിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, അപ്രോപ്രിയേഷൻ ചെയ്യണം. അത് ബേസ്ഡ് ഓൺ ദ ഇക്വിറ്റി ഷെയർസിന്റെ ബേസിസിൽ വേണം എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ അല്ലെ. സി ഐ പെർസെൻറ്റേജും എൻ സി ഐ പെർസെൻറ്റേജിലും വേണം എന്ത് ചെയ്യാൻ, ബാലൻസ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. സി ഐ പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്, പാരന്റ് കമ്പനിയും, എൻ സി ഐ പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്, ഔട്ട്സൈഡേഴ്സിനും. ഓക്കെ, അത് അങ്ങനെ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, preference dividend should be provided out of profit of the subsidiary company irrespective of whether they have been declared by the subsidiary or not. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് പറയുന്നത് ദാറ്റ് ഈസ് സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് വേണം എന്ത് ചെയ്യാൻ, പ്രിഫറൻസ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് എ ബേർഡൻ ആണ്. അത് എന്തായാലും എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അതും ആരുടെ പ്രോഫിറ്റ് എന്ന് കൊടുത്തിരിക്കണം, സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. ദെൻ parent company shares in the preference dividend is included in its profit and is shown in the consolidated balance sheet. ഇനി parent company preference capital ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഡിവിഡൻഡ് ഓഫ് ദ പാരന്റ് കമ്പനിയുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് ഏതിൽ കാണിച്ചിരിക്കണം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ഓക്കെ, ലെറ്റ് മീ ടെൽ യു വൺസ് അഗൈൻ, പാരന്റ് കമ്പനിയുടെ ഷെയർ, പ്രിഫറൻസ് ഡിവിഡൻഡിലുള്ള പാരന്റ് കമ്പനിയുടെ ഷെയർസ് എവിടെ കാണിച്ചിരിക്കണം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. അണ്ടർ ദ ഹെഡിങ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ നോക്കൂ, ദ എൻ സി ഐ ഇൻക്ലൂഡഡ് the paid up value of preference shares held by the outsider plus the dividend accrued on them. ഇനി എൻ സി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രിഫറൻസ് ഡിവിഡൻഡ് ഹെൽഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ്
കയ്യിലുള്ള ഔട്ട്സൈഡേഴ്സ് എത്ര പ്രിഫറൻസ് ഷെയർസ് ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്, അതും അറ്റ് ദ സെയിം ടൈം ഡിവിഡൻഡ് അവർക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡും NCIയിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, NCI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോത്ത് ദ പ്രിഫറൻസ് ഷെയർസ് ഹെൽഡ്, അതുപോലെ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒപ്പം തന്നെ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, NCI കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ്വില്ലിൻ്റെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗുഡ്വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ഇസ് നോട്ട് കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ അക്വിസിഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് വേണ്ടി ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസിന് മാത്രം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക, പ്രിഫറൻസിന് സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെയല്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അലോങ് വിത്ത് ഇക്വിറ്റിയുടെ ഒപ്പം തന്നെയാണ് പ്രിഫറൻസും നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ അടിക്കാണ്. നമ്മളിപ്പോൾ NCIയിൽ നമ്മളെങ്ങനെ ഇക്വിറ്റി പ്രിഫറൻസിൻ്റെ ഒപ്പം എന്തും കൂടെ എടുക്കുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും എടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഗുഡ്വിൽ കാൽക്കുലേഷനിലും ഇക്വിറ്റിയുടെ ഒപ്പം തന്നെ നമ്മൾ എന്തും കൂടെ എടുക്കും, പ്രിഫറൻസ് ഷെയർസിൻ്റെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒന്നിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് എനി ഗുഡ്വിൽ ഓർ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് വുഡ് ഹാവ് റിസൾട്ടഡ് ഓൺലി ഫ്രം ദ അക്വിസിഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഗുഡ്വിൽ അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് എപ്പോഴാണ് വരുന്നത്, ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇക്വിറ്റി ഷെയർസ് അക്വയർ ചെയ്യുമ്പോൾ മാത്രമാണ് വരുന്നതെന്നാണ് പറയുന്നത്. The total price paid for the purchase of equity and preference shares is compared with the net asset acquired. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പാരന്റ് കമ്പനി ദാറ്റ് ഈസ് പൈസ കൊടുക്കുമ്പോൾ അത് എന്തിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഇൻക്ലൂഡഡ് ആണ്, നെറ്റ് അസറ്റ് അക്വേർഡ് ആണ്. അപ്പോൾ അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്, ഇക്വിറ്റി ഇൻക്ലൂഡഡ് ആണ്, പ്രിഫറൻസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് കാണണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ക്ലിയർ ആയോ?